നമസ്കാരം, എല്ലാവർക്കും രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഒരു സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ ഇച്ചിരി സമയമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് വന്നാൽ ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം, അതായത് നമുക്കൊരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് മാത്രം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ബാക്കി നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ എളുപ്പം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ ഉണ്ണിയപ്പം പച്ചരി കുതിർത്ത് 4 മണിക്കൂർ വെച്ചതിന് ശേഷം അത് അരച്ചെടുത്ത്, പിന്നെ പാളയംകോടൻ പഴം. അപ്പോൾ ഇവിടെ ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇത് എനിക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സോഫ്റ്റായിട്ടും തോന്നിയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇച്ചിരി ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ശർക്കര ലൂസാക്കിയതുണ്ട്, തേങ്ങാപ്പീരയുണ്ട്, ഞാലിപ്പൂവൻ പഴം അതാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് അത് പേസ്റ്റ് ആക്കിയതാണ് ഞാലിപ്പൂവൻ പഴം. ഏത്തയ്ക്ക ഉണ്ടെങ്കിൽ ഏത്തയ്ക്കായും അതിനകത്ത് ചേർക്കുന്നത് നന്നായിരിക്കും. ഞാലിപ്പൂവൻ പഴത്തിന് പകരം നെയ്യ്, സോഡാപ്പൊടി, ഉപ്പ്, ഏലക്കാപ്പൊടി, ഇത് ഇത്രയാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എള്ള് വേണം. ശരിക്കും എള്ള് ഞാൻ കരുതിയതാണ്, പക്ഷേ വിട്ടുപോയി. ശരിക്കും എള്ളും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത് ആദ്യമേ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ആദ്യമേ ഈ തേങ്ങാക്കൊത്ത് നെയ്ക്കകത്ത് വറക്കുകയാണ്. അപ്പം നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ നെയ്ക്കകത്ത് എടുത്ത് വറക്കുന്നതിന് വരെ നമുക്ക് അല്പം തേങ്ങാപ്പീര നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് ആദ്യമേ ഈ തേങ്ങാപ്പീര ഒന്ന് നെയ്ക്കകത്ത് വറുത്തെടുക്കാം. ആ നെയ്യുടെ ഒരു ടേസ്റ്റ് കിട്ടുന്ന സമയത്ത് ആ തേങ്ങാപ്പീര ഭയങ്കര ടേസ്റ്റായിരിക്കും. നമ്മൾ തേങ്ങാക്കൊത്ത് സാധാരണ എടുത്ത് എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നേരം തേങ്ങാക്കൊത്ത് എടുത്ത് വറുത്ത്. അപ്പോൾ ശരിക്കും പിന്നെ തേങ്ങാക്കൊത്തൊന്നും എടുത്തില്ലെങ്കിലും ആ തേങ്ങാപ്പീരയുടെ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതായാലും മതിയാവും. ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ നമ്മൾ തേങ്ങാക്കൊത്ത് എങ്ങനെ എടുക്കുന്നോ അതുപോലെ. ഉണ്ണിയപ്പച്ചട്ടി നമുക്ക് എല്ലാവരും വീട്ടിലൊന്ന് വാങ്ങിച്ചു വെക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ശരിക്കും എപ്പോഴും ആവശ്യം വരുന്നൊരു കാര്യം, പെട്ടെന്ന് നമുക്കൊരു പലഹാരം ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു തനി നാടൻ പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈസി റെസിപ്പീസാണ് നമ്മളിവിടെ കാണിക്കുന്നത് ശരിക്കും. അപ്പം നമ്മുടെ ഈ തേങ്ങാപ്പീര ഒരു സ്ലൈറ്റ് ബ്രൗൺ നെയ്ക്കകത്ത് നല്ലതായിട്ടായി കഴിഞ്ഞു. ഏകദേശം ലൈറ്റ് ബ്രൗൺ കളർ. നെയ്യൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ അതിന് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും നമ്മുടെ ആ ഉണ്ണിയപ്പത്തിന്. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമുക്കിപ്പം ഈ പൊടികളെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും എടുത്തേക്കുന്നത്. മൈദ ചേർക്കുന്നവരുണ്ട്, മൈദ വേണേലും ചേർക്കാം. അരിപ്പൊടി സാധാരണ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ അരി ഒരു 4 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചതിന് ശേഷം നല്ലതായിട്ട് അരച്ചെടുക്കുന്നതാണ് അതിൻ്റെ ശരിക്കുമുള്ള രീതികൾ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ സാധാരണ നമ്മുടെ അരിപ്പൊടി അതാണ് എടുത്തേക്കുന്നത്. അതൊരു സമാസമമാണ് ഞാൻ എടുക്കുന്നത്. നമുക്കൊരു ആവശ്യത്തിന് ഒരു 6-7 സ്പൂണ് എടുത്തു. ഇനി നമുക്ക് ഗോതമ്പ് പൊടി ഒരു 6-7 സ്പൂണ്. എല്ലാം ഇച്ചിരി അരിപ്പൊടിയും എല്ലാം ഏകദേശം സമസമമായിട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് നമ്മൾ നേരത്തെ ഉപ്പ് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഉപ്പ്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി അതിന് ഭയങ്കരമായിട്ട് ഫ്ലേവർ കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ ഏലക്കാപ്പൊടി കൂടെ നല്ലതായിട്ട് ആവശ്യത്തിന് നമ്മുടെ ഈ പൊടിക്ക് ആവശ്യമായിട്ട്, കാരണം ഏലക്കയുടെ ടേസ്റ്റ് ഒന്ന് എടുത്ത് നിൽക്കണം. അപ്പം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ അങ്ങ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
പിന്നെ ഇതിൽ എടുത്ത് വെച്ചിരിക്കുന്ന സോഡാപ്പൊടിയാണ് ഇൻസ്റ്റൻ്റ്ലി ഇത് പൊങ്ങാനായിട്ട്. മാവ് പൊങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് മാവ് നമുക്ക് ഒരു 10 മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ സോഡാപ്പൊടി ഏകദേശം ഒരു സ്പൂൺ ഞാനിട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശർക്കര ഞാൻ ഇച്ചിരി അലിയിച്ച് നല്ലതായിട്ട്. ശർക്കര നമുക്ക് കടയിൽ കിട്ടുന്നത് ശരിക്കും അല്പം അഴുക്കൊക്കെ ഉള്ളത് കൊണ്ട് ശർക്കര സാധാരണ നമ്മളൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് വയ്ക്കുന്ന സമയത്ത് ഒരു നുള്ളു പാലൊഴിച്ച് കൊടുത്താൽ അതിൻ്റെ മുകളിലെ അഴുക്ക് മുഴുവൻ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ അരിച്ച് എടുക്കുക. അതുപോലെ ശർക്കര അല്ലെങ്കിൽ നല്ല പ്യുവറായിട്ടുള്ള ശർക്കര വേണം, അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ ഹോൾ സ്നാക്കിൻ്റെ രുചി അത് കളയും. നമുക്ക് മധുരം നമുക്കറിയാം ഏകദേശം എത്ര വേണമെന്നുള്ളത്. നമ്മൾ ഇത് ഒഴിച്ച് കഴിയുമ്പം നമുക്ക് എന്തുമാത്രം വേണമെന്നുള്ളത് ആവശ്യത്തിന് നമുക്കൊന്ന് ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബാലൻസ് ചെയ്ത്. കാരണം ഈ തേങ്ങാപ്പീര ഇടണം. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഞെരടി വെച്ചിരിക്കുന്ന ഈ പഴം, ഇതാണ് ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നത്. എനിക്ക് പാളയംകോടൻ പഴത്തിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ പഴത്തിൻ്റെ നല്ല ടേസ്റ്റ് അതിലേക്ക് അത് കിട്ടുക. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഈ പഴം ഒന്ന് മിക്സിയിൽ അടിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ പഴത്തിൻ്റെ നമ്മുടെ കറുത്ത കുരു, നടുക്കുള്ള ആ കറുത്ത കുരു അങ്ങ് മാറ്റിയിട്ട് ഇത് മിക്സിയിലൊന്ന് നല്ലതായിട്ട് അടിച്ചെടുത്താൽ ഈ കട്ട കെട്ടാതെ അത് നിൽക്കും. നമ്മൾ ഉപ്പൊക്കെ ഇടുന്നത് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഉപ്പിടുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആ കൺസിസ്റ്റൻസി തന്നെ വരണം. അത് ഇനിയും ഞാലിപ്പൂവും പഴമിലേക്ക് ഏത്തയ്ക്ക ഇട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണത്. ഏത്തയ്ക്ക ഇത് നല്ലതായിട്ട് ആ പൊടിയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ട് കാരണം ഈ ശർക്കര നമ്മൾ ഇട്ടത് കൂടാനും പാടില്ല, അതും ശ്രദ്ധിക്കണം. കാരണം മധുരം കൂടിപ്പോയാലും അതിൻ്റെ ടേസ്റ്റ് ഇതാവും. പക്ഷെ നമ്മൾ ഇതിനാവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും. പക്ഷെ മധുരം കൂടാതിരിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര് നമ്മൾ നെയ്ക്കകത്ത് എടുത്തത് കൂടെ അങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി വരുത്താനായിട്ട്. പൊടി കറക്റ്റ് എല്ലാം കൊണ്ടൊന്ന് മിക്സ് ആവുകയും നമ്മൾ മധുരം ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ അതൊന്ന് ലൂസാക്കാനായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. തിളപ്പിച്ച വെള്ളം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. നമ്മൾ നെയ്ക്കകത്ത് മൂപ്പിച്ചിരിക്കുന്ന തേങ്ങാപ്പീര. അതിനകത്തൊരു നെയ്യുടെ ടേസ്റ്റും എല്ലാം കൂടെ. ഒരു അരമുറി തേങ്ങയുടെ ഇരയാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. നല്ലതായിട്ട് എല്ലാം കൂടെ മിക്സ് ആവട്ടെ. നമ്മൾ സോഡാപ്പൊടി ഇട്ടേക്കുന്നതുകൊണ്ട് ഇച്ചിരി ടൈം എടുക്കും ഇതൊന്ന് മാവൊന്ന് പൊങ്ങി വരണം. എന്നാൽ അതിൻ്റെ ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അത് കിട്ടത്തുള്ളൂ. നമ്മൾ ചിലയിടത്തു നിന്നൊക്കെ നമ്മൾ ഉണ്ണിയപ്പം വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാത്തത് കൊണ്ടാണത് ശരിക്കും.
അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം അത് എടുക്കാനായിട്ട്. ഈ നമുക്ക് ഞാനിപ്പോൾ മധുരം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല കറക്റ്റ് ശർക്കരയുടെയൊക്കെ നല്ല പാകത്തിന് മതി. ഈ ശർക്കര ഇട്ടത് കൂടുതൽ ലൂസാക്കിയാൽ മധുരം ഓവറാവും. അപ്പം നമുക്കൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ലൂസാവാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, നമ്മൾ ഇച്ചിരിച്ചിരായിട്ട് ഒഴിച്ച് അതിൻ്റെ ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരണം. പറ്റുമെങ്കിൽ കൈയിട്ട് ഇളക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതാണ്, കറക്റ്റ് പരുവത്തിന് അത് കിട്ടും. ഏലക്കാപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് കുറവാണെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് അത് ബാലൻസ് ചെയ്തോണം. കാരണം ഉപ്പ് എല്ലാം പാകത്തിന്. ഈ ശർക്കര നമ്മൾ നെയ്ക്കകത്ത് ഈ ഇതിനകത്ത് തേങ്ങാപ്പീര ഇട്ടേക്കുന്നതുകൊണ്ടാണ് അത് ഇച്ചിരി പിരിപിരാന്ന് കിടക്കുന്നത്. അല്ലെങ്കിൽ നല്ല ഫൈൻ മാവാണിത്. നമ്മൾ ആ പഴവും അതിൻ്റെ എല്ലാം നമ്മളിപ്പോൾ നല്ല ആ സ്മെല്ല് കിട്ടുന്നുണ്ട്. നമ്മൾ ആ പഴത്തിൻ്റെയും ആ നെയ്ക്കകത്ത തേങ്ങ ഇതിൻ്റെ എല്ലാം കൂടെ നല്ല ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. കാരണം ആ കൺസിസ്റ്റൻസി തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മാവ് ഒത്തിരി അങ്ങ് ലൂസാവും. പിന്നെ അത് ആ ഉണ്ണിയപ്പത്തിൻ്റെ ആ ടെക്സ്ചർ കറക്റ്റായിട്ട് വരത്തില്ല. നല്ല ഇച്ചിരൂടെ ഒന്ന് ലൂസാണ്. അത് നമ്മൾ ആവശ്യത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ചൂടാൻ നേരം ഇനിയും ഇതിരുന്നൊന്ന് നല്ല ഒരു 10-15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് ചൂടാൻ നേരം നമ്മൾ നോക്കും അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വേണേൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് നമ്മളെല്ലാം നല്ല ഇളക്കി എല്ലാം പക്കയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മുടെ ഈ മാവ് നമ്മൾ കുറച്ച് നേരം ഒരു 10-15 അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. 15 മിനിറ്റ് ആയാലും മതി. സോഡാപ്പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അത് മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പം ഉള്ള ഉണ്ണിയപ്പച്ചട്ടി ഉണ്ട്. നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. അത് എണ്ണയൊന്ന് ചൂടായി വരണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മാവ് ഈ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണ്ട നമ്മളെടുത്തിട്ടുണ്ട്. ചെറിയൊരു തവി ഒക്കെ ഇട്ട് നമ്മൾ കുറച്ചായിട്ട് കോരി ഒഴിച്ചാൽ മതിയാവും. നമ്മൾ ചെറിയൊരു കുത്തി എടുത്തിട്ടുണ്ട്. ഇത് ഒരു ചെറിയ പപ്പടം കുത്തുന്ന ഒരു ചെറിയ ഇങ്ങനെ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കുത്തിയെടുക്കാനോ അല്ലെങ്കിൽ തിരിച്ചിടാനൊക്കെ ഒരു ഫോർക്കോ നമുക്ക് യൂസ് ചെയ്യാം. സ്ട്രെയിനർ വെച്ചിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആദ്യത്തെ ഒരു സെറ്റ് ഇത് ശരിക്കും ഇച്ചിരി ഒന്ന് സമയമെടുക്കും ഒന്ന് വെന്ത് വരാനായിട്ട്. പിന്നെ രണ്ടാമത്തേത് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ തന്നെ തിരിച്ചും അങ്ങ് പെട്ടെന്ന് അങ്ങ് എടുത്തോണം. കാരണം നല്ല എണ്ണ നല്ല തിളച്ച് കിടക്കുന്നതുകൊണ്ടേ നല്ലതായിട്ട് ഇതാവും. ഇപ്പം
അപ്പോൾ നമ്മുടെ എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി ഒഴിക്കാം, കുറച്ചായിട്ട് മാത്രം. നമ്മൾ ആദ്യത്തെ കോരി ഒഴിച്ച ഇത് ഒന്ന് വന്നിട്ടുണ്ട്. അപ്പം ചെറുതായിട്ട് തിരിച്ച് പെട്ടെന്നാണ് ഇത് ചൂടായി ആയി വരുന്നത്. നമ്മളത് തിരിച്ചൊന്ന് പെട്ടെന്ന് വെന്തോളും കേട്ടോ ശരിക്കും. കാരണം അകത്ത് നല്ലതായിട്ട് നമ്മൾ കുറച്ച് കോരി ഒഴിച്ചാൽ മതി. അവർ ഇത് രണ്ടാമത്തെ ഒരു സെറ്റ് ഇടുമ്പോൾ ശരിക്കും ഇത്രയും പോലും ടൈം വേണ്ടി വരത്തില്ല. കാര്യം പെട്ടെന്ന് ഇതാവും. ഇത് നമുക്ക് കോരി എടുക്കാം. ഇതൊരു സ്ട്രെയിനറിലോട്ട് കോരിയെടുക്കാം. വീണ്ടും നമുക്ക് നമ്മുടെ എണ്ണയൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചില കുഴിയിൽ കൂടുതലുണ്ടാവും. അപ്പോൾ അതെടുത്ത് ഇല്ലാത്തതിലേക്ക് ഒന്ന് ഇച്ചിരി നമ്മൾ ഏകദേശം ഒന്ന് എണ്ണ ഒന്ന് കുറയുമ്പോൾ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഇത്രയൊക്കെ തന്നെ മതിയാവും. നമുക്ക് അടുത്ത സെറ്റ് കോരി ഒഴിക്കാം. എക്സ്ട്രാ ഇങ്ങനെ വീഴുന്നത് നമ്മളങ്ങ് മാറ്റിയെടുത്താൽ മതിയാവും. പിന്നെ അത് കിടന്നങ്ങ് മൂത്ത് പോവും. വേഗത്തിലിപ്പോൾ നല്ലതായിട്ട് അത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഒരുപാട് മൂത്ത് പോകാതെ ഇടയ്ക്ക് തിരിച്ച് മറിച്ച് വന്നിട്ട് കൊടുത്തു വെച്ചാൽ മതി. ഒരുപാട് കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ തിരിച്ചിടുമ്പോൾ ആ മാവ് നല്ലതായിട്ട് മൂത്തോളും. എനിക്കൊന്ന് മാവ് ഒരു സ്പൂണിലൊരു കുറച്ച് കോരി ഒഴിച്ചാൽ മതി. കാരണം ഈ മാവ് നല്ലതായിട്ട് പൊങ്ങി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഇത് കവിഞ്ഞ് കിടക്കുവാങ്ങ്. അപ്പോൾ ഒരു കുറച്ച് മാവ് മാത്രം കോരി ഒഴിച്ചാൽ മതി. ഒരുപാട് തവിയിൽ കോരി ഒഴിച്ചാൽ ഇത് ഇച്ചിരി ഓവർ ഇതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച്
ഒരു കുഞ്ഞു കുഞ്ഞായിട്ട് തവിയിൽ ഒഴിച്ചാൽ മതിയാവും. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഇത് കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് കോരിയെടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ ഈ പെട്ടെന്ന് ഈസി ആയിട്ടുള്ള ഉണ്ണിയപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. തേങ്ങാക്കൊത്തിന് പകരം തേങ്ങാ പീരയൊക്കെ ഇട്ട് നമ്മുടെ ഒരു തട്ടിക്കൂട്ടൽ ഉണ്ണിയപ്പം എന്ന് പറയാം. നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊരു ഡിഷിലേക്ക് ഇത് മാറ്റാം, സർവിങ് ഡിഷിലേക്ക്. ഒറ്റ കാര്യം, കരിഞ്ഞ് പോകാതെ ഒന്ന് ശ്രദ്ധിച്ചോണം. ചിലതൊക്കെ ഒന്ന് ഇച്ചിരി മൂത്ത് പോകാതെ ഒന്ന് പെട്ടെന്ന് ഇതാവും അങ്ങ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വെച്ചാൽ അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതും ഈസി ആയിട്ട്. പിന്നെ ഇച്ചിരി ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി എള്ള് ചേർക്കാം. എള്ള് ചേർത്താൽ വളരെ ടേസ്റ്റിയാണ്. കറുത്തുള്ളു ഇട്ടാൽ അത് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. ഏലക്കാപ്പൊടിയൊക്കെ അതിൻ്റെ പാകത്തിന്, ഉപ്പ് ഇടണം. എല്ലാം ചേർത്ത് നമുക്ക് ഈസി ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യാം.